ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. കിച്ചൺ ഏരിയയിൽ ഒരു ഫൈറ്റിനൊരു തുടക്കം നമ്മുടെ ആര്യനും അനീഷും ഇടുന്നുണ്ട്. ആദ്യത്തെ കയറി പിടിച്ച് ജിസയിലും പിന്നീട് ബിന്നിയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ബിന്നിയെ ബിച്ചെന്ന് വിളിക്കുന്നുണ്ട് ജിസയിൽ. അതിനെപ്പറ്റി വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം, സംസാരിക്കാം. അപ്പോൾ ആര്യനും അനീഷും തമ്മിൽ നടക്കുന്ന ആ ഒരു തർക്കം, അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ നന്നായിട്ട് ഞാൻ ഒരു സർക്കസ് ടാസ്കിൽ റിംഗ് മാസ്റ്റർ ആയിട്ട് പെർഫോം ചെയ്തു, എനിക്കായിരുന്നു നിങ്ങളെക്കാൾ കോയിൻസ് കിട്ടേണ്ടിയിരുന്നത്. എല്ലാവരും പറഞ്ഞു ഞാനാണ് ഏറ്റവും മികച്ചതായിട്ട് പെർഫോം ചെയ്തത് എന്ന്. ആര്യൻ ആ സമയത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസ് നിന്നെ റിംഗ് മാസ്റ്റർ ആക്കിയപ്പോൾ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല, എന്നെ പട്ടിയാക്കിയപ്പോൾ ഞാൻ ബിഗ് ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഞാൻ എൻ്റെ ഭാഗം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ആര്യൻ പറഞ്ഞ വേറൊരു കാര്യം കേട്ടിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ. അത്രയും റിംഗ് മാസ്റ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു ഡയലോഗ് പോലും നിനക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ആക്ടറാടാ നീ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ സ്പോണ്ടേനിയസ് ആക്ടറാണ് എന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കിടലിന് ഒരു കൗണ്ടറായിരുന്നു. പിന്നെ അനീഷ് ഫുൾ ഗ്രൂപ്പിസം, ഫേവറിസം, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥതലങ്ങളുണ്ട്, അപ്പം ഒന്നും മനസ്സിലാകുന്നില്ല, പിന്നീട് ആലോചിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കട്ടക്കലിപ്പ് മൂഡിലായിരുന്നു. എല്ലാ രാത്രിയും ആര്യനുമായിട്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കണം എന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി. അല്ലെ തന്നെ ഒന്ന് ഓർത്തോണം, ഈ ടാസ്ക് കഴിഞ്ഞതും ക്യാൻസൽ ആവാനായിട്ടിരിക്കുന്ന കോയിൻസിന്റെ പേര് പറഞ്ഞ് എനിക്കൊന്നേ കിട്ടിയുള്ളൂ, നിനക്ക് 2 കിട്ടി, എനിക്കൊന്ന് താ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി പിള്ളേരെ പോലെ, കിൻഡർ ഗാർഡൻ കുട്ടികളെ പോലെയാണ് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ഗോൾഡ് കോയിൻ ഇതുവരെയും ഒരു പ്രത്യേകതയും ഉള്ളതായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വഴക്ക് ആ രീതിക്ക് വെട്ടിപ്പോയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ അനീഷിന് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു റിംഗ് മാസ്റ്റർ റോൾ, അതൊരു മെയിൻ കഥാപാത്രമാണ്. നിർത്താതെ കമന്ററി പറയാൻ ഈ ആര്യനെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ, അവിടെയുള്ള ആരെ കൊണ്ടും പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ഫ്ലോയിൽ മലയാളം പറയാനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല. ആ ടാസ്കിൽ അനീഷ് റിംഗ് മാസ്റ്റർ ആയതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടായിരുന്നു. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അനീഷ് ആ ഒരു കമന്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ചെയ്തു. ആര്യനെ പിടിച്ച് റിംഗ് മാസ്റ്റർ ആക്കിയാൽ അത് കിട്ടില്ലായിരുന്നു, ഉറപ്പാണ്. ആര്യൻ ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിക്കുറച്ച് ഒരു അവിയല് പരിവാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. അനീഷിനെ പിടിച്ച് പട്ടിയാക്കുമായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ആര്യനെ പോലെ, അല്ലെങ്കിൽ ആര്യനേക്കാൾ ഗംഭീരമായിട്ട് അനീഷ് ചെയ്തേനെ. കാരണം അത്രയും എളുപ്പമുള്ള ഒരു റോളാണ്, വലിയ ആക്ടർ ആവണം എന്നൊന്നും ഇല്ല. പിന്നെ ആക്ടിങ് ഇസ് ബിഹേവിങ് എന്നാണല്ലോ നമ്മുടെ മഹാരഥന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷിന് ആ റോള് കൊടുത്താലും ആർക്ക് ആര്യന്റെ റോള് കൊടുത്താലും അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തേനെ. ഒരു പട്ടിയായിട്ട് നിന്ന് 2 കൊര കുറച്ചെന്ന് പറഞ്ഞിട്ട് മറ്റേ ഓസ്കാർ ലെവൽ പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ് തള്ളുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അനീഷ് അത്രയും വായിട്ടലച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം ആര്യനൊന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. അനീഷ് അത്രയും വായിട്ടലച്ചിട്ടാണ് എനിക്ക് ഒരു പോയിന്റും കൂടി ലഭിക്കണമായിരുന്നു എന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.